ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മുഖ്യതന്ത്രി രാജീവരെ അറസ്റ്റ് ചെയ്ത സംഭവം സത്യത്തിൽ ഇന്ന് അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ മുഴുവൻ തകർക്കുന്ന രീതിയിലായിരിക്കുകയാണ്. ജാമ്യ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് 41 ദിവസത്തിനകം അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്ന ഉത്തരവിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. സത്യത്തിൽ നമുക്കറിയാം, മറ്റു പ്രതികൾക്കെല്ലാം ചാർജ് ഷീറ്റ് കൊടുക്കാത്തതുകൊണ്ട് സ്വാഭാവിക ജാമ്യം ലഭിച്ചപ്പോൾ, 90 ദിവസം കഴിഞ്ഞ് സ്വാഭാവിക ജാമ്യം ലഭിച്ചപ്പോൾ തന്ത്രിക്ക് 41 ദിവസം കൊണ്ട് ജാമ്യം ലഭിക്കത്തക്കവണ്ണമുള്ള സാഹചര്യമുണ്ടായത് കൃത്യമായിട്ടും ഒരുപാട് സംശയങ്ങൾക്കിടയാക്കുന്നുണ്ട്. കാരണം കോടതി വിധികളുടെ വായിച്ചു നോക്കുമ്പോൾ very significantly in the two crimes on hand, the crucial role of the petitioner as Tantri as chief priest of the Sri Ayyappa temple at Shabarimala is evident from the opinion rendered on 18/6/2019 which has been extracted above. The aforesaid opinion, which is the anchor sheet of the entire case, and argument of the petitioner in the two crimes would clearly substantiate and establish the prima facie the bona fides of the petitioner in the entire matter. Very importantly, there is nothing on record for the matter, not even an iota of evidence from the side of the Special Investigation Team, SIT, to establish any positive involvement on the part of the petitioner in the alleged irregularities. അപ്പോൾ ഇത് പറയുന്നത് സത്യത്തിൽ അത്ര ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നപ്പോൾ നമ്മളെല്ലാവരും എടുത്ത് സ്റ്റാൻഡുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നിയമത്തിൻ്റെ വഴിക്ക് പോകണം. എത്ര ഉന്നതരായാലും നിയമത്തിനതീതമായിട്ട് പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള നിലപാട് ഞങ്ങളെല്ലാം എടുത്ത്. പക്ഷേ തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മതിയായ തെളിവുകൾ ഉണ്ടായിട്ടായിരിക്കും അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് അന്നും ഞങ്ങൾ പറഞ്ഞു. പക്ഷേ തന്ത്രി എന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, വിശ്വാസികളുമായി ബന്ധപ്പെട്ട് ഒരു വൈകാരികമായിട്ടുള്ള പദവിയിലിരിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹമായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകണം, അത് ആരും സംശയം ഉണ്ടാവില്ല. പക്ഷേ മതിയായ തെളിവുകളില്ലാതെ അദ്ദേഹത്തെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് തടങ്കിലാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. ഈ ആശങ്ക ഞങ്ങൾ അന്ന് അറസ്റ്റ് ചെയ്ത് അന്നും പങ്കുവച്ചിരുന്നു. മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ തന്ത്രിയെ അകത്താക്കിയത് എന്ന് ഞങ്ങളും പറഞ്ഞിരുന്നു. ഈ കേസിൽ അകപ്പെട്ട മുൻ 2 ദേവസ്വം പ്രസിഡന്റുമാരുടെ ജാമ്യ വിധികളുമായി ബന്ധപ്പെട്ട് ഈ വിധിയും നോക്കിയാൽ കൃത്യമാണ് SIT ഈ കാര്യത്തിൽ എന്തോ പകയോടുകൂടി ഇദ്ദേഹത്തെ അകത്താക്കിയതുപോലെ തോന്നുന്നുണ്ട്. അതിന് കൃത്യമാണ് സംഭവം. നമുക്കറിയാം, ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ തിട്ടൂരങ്ങൾക്ക് നിൽക്കാതെ ശബരിമലയുടെ പവിത്രതയെയും പരിപാവനതയെയും വിശ്വാസലക്ഷങ്ങളുടെ വിശ്വാസത്തെയുമൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അന്ന് കേരള സംസ്ഥാന മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും നടത്തിയിട്ടുള്ള, സത്യത്തിൽ അവിടേക്ക് യുവതികളെ അമ്പലത്തിനകത്തേക്ക് പോലീസിൻ്റെ സംരക്ഷണത്തോടുകൂടി കടത്തിവിടാനുണ്ടായിട്ടുള്ള സാഹചര്യം വന്നപ്പോൾ നടയടച്ചു പോകേണ്ട ഒരവസ്ഥ അദ്ദേഹത്തിനുണ്ടായി. അതിലുള്ള വൈരാഗ്യം തീർക്കാൻ, ആ പക തീർക്കാൻ, സർക്കാരിൻ്റെ പദ്ധതി പൊളിച്ചതിൻ്റെ പക തീർക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ഈ കേസിൽ കുടുക്കിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത്. അത് തള്ളിക്കളയാനാവുന്നതാണോ? ഇത് രണ്ടും നമ്മൾ നോക്കുമ്പോൾ അത് തള്ളിക്കളയാനാവുന്നതാണോ? സർക്കാർ ഇതിന് മറുപടി പറയണം, SIT ഇതിന് മറുപടി പറയണം. കാരണം മുൻപുണ്ടായിരുന്ന പൂർവ്വവൈരാഗ്യത്തിൻ്റെ പുറത്ത്, അതും വിശ്വാസ ലക്ഷ്യങ്ങൾക്ക് മനസ്സിന് വേദനിപ്പിച്ച ഏറ്റവും സങ്കടകരമായ കാര്യം യുവതീ പ്രവേശത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ട് അവിടേക്ക് അവിശ്വാസികളായിട്ടുള്ള യുവതികളെ അങ്ങോട്ടേക്ക് കയറ്റിവിട്ട് ശബരിമല അന്തരീക്ഷത്തെ തകർക്കാൻ ശ്രമിച്ചവർ,
അതിന് നിൽക്കാത്തതിൻ്റെ പേരിലുള്ള വിരോധം തീർക്കാനായിരുന്നുവെങ്കിൽ അത് മാപ്പർഹിക്കാത്ത കുറ്റമാണ് എന്നുള്ള കാര്യം സംശയം വേണ്ട. അതിനു വേണ്ടിയിട്ടാണ് ശബരിമലയിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഈ പുരോഹിതനെ, മേൽശാന്തിയെ, തന്ത്രിയെ 40 ദിവസം ജയിലിൽ കടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിരിക്കുന്നതെങ്കിൽ ഇത് ഒരിക്കലും തീരാത്ത പാപങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതായിരിക്കും മിസ്റ്റർ പിണറായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കുമെന്ന് സംശയം വേണ്ട. രാഷ്ട്രീയത്തിന് വേണ്ടി എന്തും ചെയ്യാൻ നിങ്ങൾ വിചാരിച്ചാൽ അതെല്ലാം അംഗീകരിച്ചു തരുന്നവരല്ല കേരള സമൂഹം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഞങ്ങൾ ആരും നിയമത്തിൽ ഇടപെട്ടിട്ടില്ല. സർക്കാർ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ ഒരു ആശങ്ക അന്നും പറഞ്ഞിരുന്നു, മതിയായ തെളിവുകൾ കൂടിയാണോ അറസ്റ്റ് ചെയ്യുന്നത് ഉറപ്പുവരുത്തണമെന്ന്. പക്ഷേ അത് ഉണ്ടാകുമെന്ന് നമ്മളെല്ലാം കരുതി. ഇപ്പോൾ കോടതിയുടെ ഒബ്സർവേഷൻ കൂടി വന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നത് ഒരു അയോട്ടോ കണിക പോലുമില്ല, തെളിവിൻ്റെ കണിക പോലുമില്ലാതെ ഇദ്ദേഹത്തെ പോലുള്ള ഉന്നതനായിട്ടുള്ള തന്ത്രിയെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് സത്യത്തിൽ വിശ്വാസി ലോകത്തോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കടുത്ത വഞ്ചനയാണ്. ഇത് പ്രതികാരം തീർക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും ഇവരുടെ കാര്യത്തിന് കൂട്ടുനിന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തിലെങ്കിലും എതിര് നിന്നു പോയാൽ, വിശ്വാസങ്ങളുടെ ഒപ്പം നിന്നു കഴിഞ്ഞാൽ ഏതറ്റം വരെയും പോകുമെന്നുള്ള തെളിവാണ് ഇത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.